അപ്പോൾ ഇവിടെ കുറച്ച് ഇഞ്ചി വെക്കണ്ടേ, അതൊന്ന് പറിക്കണം, ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇത് പറിക്കണില്ല എന്ന് ഓർത്തു. അപ്പോൾ ഇത് ഇച്ചിരി ഇതുകൊണ്ട് ഇത്തിരി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ 2 ചോടങ്ങ് ഞാനിത് പറിക്കാണ്ട് നിർത്തിയതായിരുന്നു. അപ്പോൾ ആ പാത്രം എടുത്തപ്പം ഇത് പറിച്ച് ഇത്തിരി ഒരു കാര്യം ചെയ്യാനുണ്ട്, അതുകൊണ്ട് പറിക്കുന്നു. ഇതാണെങ്കിൽ നടുക്കേക്കൂടെ ഫുള്ള് നിൽക്കുക. അപ്പോൾ പിന്നെ ഇതൊന്ന് കുറച്ച് ഇഞ്ചും കൂടെ വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചായുള്ളൂ, 2 കഷ്ണമായുള്ളൂ. 1 കഷ്ണം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പാകാം. ഇത്തിരി വെയിലൊക്കെ കണ്ടാണ് ഞാൻ ഇഞ്ചി പറിക്കണമെന്നേ. അത് മതിയാവും. ബാക്കി ഇവിടെ നിൽക്കണത് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് ഇനിയും വന്ന് പറിക്കാനുള്ളതല്ലേ. ഇവിടെ നിൽക്കണ്ട്, അതവിടെ നിന്നോട്ടെ. ഉണ്ടോ? അപ്പോൾ ഞാനത് ഇത്ര ഇഞ്ചി പറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ അടുത്തുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് പോയി പറിക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ കടയിൽ നിന്നൊക്കെ വിത്തിനൊക്കെ എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോഴേ, ഒരു കടയൊക്കെ നമ്മുടെ അടുക്കള തോട്ടത്തിലൊക്കെ നട്ടുപിടിപ്പിച്ച് അത് പറിക്കാണ്ടിരുന്ന് അതിൽ നിന്ന് വിത്തെടുത്ത് നട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് കണ്ടോ പറിച്ചെടുക്കും. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ചുമ്മാ ചീഞ്ഞതും കേടുള്ളതും അങ്ങനെ ഒരു ഉണങ്ങിയതും അങ്ങനെയുള്ളതൊക്കെയല്ലേ നമുക്ക് കിട്ടണത്. അപ്പോൾ നമ്മുടെ ഇഞ്ചി ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ രാവിലത്തെ കാപ്പിയുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഡേ ഇൻ ലൈഫ്, നമ്മുടെ ഓരോ ബ്രേക്ക്ഫാസ്റ്റ്, ചോറ്, കറി അങ്ങനെ ഓരോന്നും ഉണ്ടാക്കാൻ അപ്പോൾ മിക്കവാറും അത് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ വെറൈറ്റി ആയിട്ടൊക്കെ വേണം. നമ്മുടെ വീട്ടിൽ എന്നും ഈ സ്ഥിരം കഞ്ഞിയും കറിയും എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, അതിന് സെയിം കറി ഒന്നെങ്കിൽ കടലൊക്കെ എന്നും അങ്ങനെ കാണുമ്പോഴേ എന്തോ രസമുള്ളേ. അതുകൊണ്ടാണ് സ്പെഷ്യൽ പ്രിപ്പറേഷനൊക്കെയാണ് മുമ്പേ അത് കാണിക്കണേ, നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. ഇത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ കണ്ടേക്കണേലല്ലോ നമുക്കൊരു ഇൻട്രസ്റ്റിങ് തോന്നുമായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ടാട്ടോ. പിന്നെ നമ്മളെ ഒത്തിരി പേര് നമ്മളെ കളിയാക്കാനായിട്ടുണ്ട്. സാരമല്ല, നമ്മളതൊന്നും വയ്ക്കണില്ല കേട്ടോ. നമ്മളൊന്നും കണ്ട മട്ടേന്ന് അടിക്കണില്ലല്ലോ. പക്ഷെ അങ്ങനെ കളിയാക്കലുകളും അങ്ങനത്തെ കുറേ വിമർശനങ്ങളൊക്കെ കണ്ട് അങ്ങനത്തെ കമൻറ്റ് കണ്ട് വന്നവർ തന്നെ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അങ്ങനെയുള്ള കളിയാക്കലുകളും വിമർശനങ്ങളും എല്ലാം ഉണ്ടല്ലോ, അത് നമുക്ക് ഉപകാരത്തിലേക്ക് വന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് വിഷയങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അത്രയും എടുക്കരുത്. അതിൻ്റെ കൈ വെച്ചാടി നീ അടയ്ക്കണേ. ഓക്കെ, നോക്കി പിന്നെ അപ്പം അതുപോലെയുള്ള അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവനവന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എന്ത് വേണമെങ്കിലും നമ്മുടെ ഒപ്പീനിയൻ ഇടാനുള്ള ഫ്രീഡം നമുക്കുണ്ടല്ലേ. അതുകൊണ്ട് നോ പ്രോബ്ലം. എല്ലാവരും ഇനിയും ഇട്ടുകൊള്ളുക. അത് ഇടണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇനിയും ഇട്ടുകൊള്ളുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ എന്നാ വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമൊക്കെയാണോ? എല്ലാവരും സുഖം സന്തോഷമൊക്കെ ആയിട്ട് വിശ്വസിക്കണം കേട്ടോ. അപ്പോൾ എഡ്വിൻ സ്കൂളിൽ പോയി ഫ്രൈഡേ എക്സാം തുടങ്ങുവാണ്. ഇന്ന് കുറേ പിള്ളേർക്ക് തന്നെ അവർക്കൊക്കെ വേണ്ടി പിള്ളേർക്കൊക്കെ ഇന്ന് പിള്ളേർക്ക് എക്സാം തുടങ്ങുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇഞ്ചി ചെണ്ടുമ്പോൾ പെട്ടെന്ന് എൻ്റെ വീട്ടിലെ കാര്യം ഓർക്കണം. അവിടെ ഇഞ്ചി നടുവാർന്നു നട്ടിട്ട് ഇങ്ങനെ പണിക്കാരൊക്കെ വേറെ ചേച്ചിമാരൊക്കെ വന്ന് ഇഞ്ചി ചെല്ലാൻ വരും, ഇഞ്ചി പറിച്ചിട്ടേ. അപ്പോൾ ആ ഒപ്പം അന്നൊക്കെ കുഞ്ഞായിരുന്നു, എന്നാലും ആ ഒപ്പം ഇങ്ങനെ ചിരണ്ടാനിരിക്കും. ചിരണ്ടാനിരുന്നിട്ട് ചെണ്ടണേ എന്തിനാന്ന് അറിയാമോ? ചിരണ്ടിയിട്ട് പൈസ തരാൻ പറയും. അപ്പയോട് പറയും ഇത്രയും ചെണ്ട ഇത്ര പൈസ തന്നു. അപ്പോൾ ഓക്കെ അത് തരും. അപ്പോൾ അത് കിട്ടുമ്പോൾ പിന്നെ കുറച്ചും കൂടെ സന്തോഷമാവും. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ ഇൻട്രസ്റ്റോട് കൂടി കുറച്ചും കൂടെ ചിരണ്ട. ഇങ്ങനെ ഇഞ്ചി ചിരണ്ടുമ്പോൾ ഇങ്ങനെ കണ്ണി പോവും. അയ്യോ, അങ്ങനെ ഒരു ഓർമ്മിക്കാനൊരു ചെറുപ്പകാലം, കുട്ടിക്കാലം അല്ലേ, രസമായിരുന്നു. പിന്നെ ഇഞ്ചി ഇങ്ങനെ പാറയിൽ ചിരണ്ടി കഴിയുമ്പോൾ പാറയിൽ കൊണ്ടുപോയി ഉണക്കാനിടും. അപ്പോൾ ഒന്നത്തേലൊന്നും തൊടാണ്ട് ഇങ്ങനെ നിരത്തണം. പിന്നെ ഏതാണ്ട് ഇട്ട് പുകയ്ക്കണയോ ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ ഓർക്കും കേട്ടോ. നല്ല രസമായിരുന്നു അതൊക്കെ ഓർക്കുമ്പോൾ. അങ്ങനെ എൻ്റെ ഇന്നത്തെ എന്താ പരിപാടി എന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഇങ്ങനെ ഇഞ്ചി ചിരണ്ടിയിട്ട് ചെറുതായിട്ട് ഇത് നന്നായിട്ട് കഴുകണം. കണിപ്പോയി ഇഞ്ചി ചിരണ്ടിയിട്ട്
ചെറുതായിട്ട് അരിയണം. കാരണം കുറച്ച് അരിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എല്ലാം ഉണങ്ങിയെടുക്കാം എളുപ്പം. അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകണം. കഴുകിയെടുത്തിട്ട് വെയിൽ, ഇപ്പോൾ നല്ല വെയിലുള്ള സമയമല്ലേ, പക്ഷെ ഞാൻ ഇന്ന് ഇഞ്ചി പറിച്ചതേ പതിയെ മൂടി തുടങ്ങി കേട്ടോ. അത് സാരമില്ല. അപ്പോൾ കട്ടി കുറച്ച് ഉണങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇപ്പോൾ ഈ ഡിസംബർ മാസമൊക്കെ അല്ലേ, പിന്നെ പിള്ളേർക്ക് ചുമയും കഫക്കെട്ടും എല്ലാം ആണ് അല്ലേ. തണുപ്പിൻ്റെ സമയമായതുകൊണ്ട് ചുമയും കഫക്കെട്ടും ജലദോഷമൊന്നും തീരില്ല. അപ്പം നമുക്ക് ഇച്ചിരി ഇഞ്ചി ചുക്കൊക്കെ ഉണ്ടെങ്കിലേ നമുക്കൊരു റെമഡിയാക്കാം അല്ലേ. നമുക്ക് ചുമേനെ ഒന്ന് വെല്ലുവിളിക്കാനുള്ള വകുപ്പായി എന്ന്. അപ്പോൾ ഇത് ഉണക്കിയെടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയാം കേട്ടോ. ഒത്തിരിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ, കുറച്ച് മതി. കുറച്ച് ഞാൻ ഇത്രയാണ് ചിരണ്ടി എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് കഴുകിയും കൂടെ എടുക്കട്ടെ. ഞാൻ ഈ ഇഞ്ചി ചിരണ്ടേൻ്റെ തൊലിയും അതിൻ്റെ കുറച്ച് പിന്നെ പനിയായിട്ടുള്ളതിൻ്റെയൊക്കെ കട്ട് ചെയ്തിട്ടില്ലേ, വാലും മുറിയൊക്കെ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ചെടിച്ചട്ടിയിലോ അങ്ങനെയൊക്കെ ഇട്ടാൽ ഏതെങ്കിലും ചെറിയ പീസൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ മുളച്ച് വരും കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരെണ്ണം പറിച്ച ചെടിച്ചട്ടിയിൽ നിന്ന് തിക്കായിട്ട് വലിയ ഇഞ്ചി കഷ്ണം കിട്ടിയിട്ടും ഞാൻ എന്നിട്ട് ഇത് മുളച്ച് വന്നപ്പോൾ ചെടിക്ക് പിന്നെ ചാണകമൊക്കെ ഇട്ട് കൊടുക്കൂല. അപ്പോൾ അതങ്ങ് വലിച്ച് ഇത് വലുതായി ചട്ടി തെങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നമ്മൾ ചെറിയ വാലും തലയൊക്കെ കടിച്ചിട്ടില്ലേ, അത് മതി. അത് മുളച്ച് വന്നിട്ട് ഉണ്ടാവും, നന്നായിട്ടുണ്ടാവും. നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് ഇട്ട് നോക്ക്. ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പം കഴുകിയാലും ഒന്നോടെ അരിഞ്ഞിട്ട് ഒന്നോടെ കഴുകണം കേട്ടോ. ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ അരിഞ്ഞെടുക്കണ കട്ടി കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുക്കണത് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് അങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇഞ്ചി എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഇത് ചെയ്യേണ്ടത് നമുക്ക് വാർക്കപ്പൊക്കത്തിൽ കൊണ്ടുപോയിടണം. അപ്പോൾ ഞാനിത് വാർക്കപ്പൊക്കത്തിലായിട്ട് ഇടണേ. അപ്പോൾ ഇത് കനം കുറച്ച് നമ്മുടെ കോൺക്രീറ്റിലേക്ക് തന്നെ ഇട്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് കിട്ടുമല്ലോ. എന്നിട്ട് ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഇപ്പോഴത്തെ വെയിലെന്ന് വെച്ചാൽ ഇപ്പോൾ വെയിൽ മൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വെയിൽ കണ്ടാണ് ഞാൻ ഇഞ്ചി പറിച്ചത്. പക്ഷേ ഇപ്പോൾ വെയിൽ മൂടിയേക്കുക. എന്നാലും സാരമില്ല, അത്യാവശ്യം ഉണങ്ങി കിട്ടും. പിന്നെ 3-4 ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടിക്കോളും. ഇത്രയും നൈസായിട്ടല്ലേ അരിഞ്ഞെടുത്തേക്കണേ. അപ്പോൾ ഇനി ഇത് ഉണങ്ങി വരുമ്പോൾ ഇതിങ്ങനെ തന്നെ വെക്കണമെങ്കിൽ ഇനി തണുപ്പിൻ്റെ ഡിസംബർ എന്ന് പറഞ്ഞാൽ തണുപ്പാലോ, എല്ലാവർക്കും ചുമയും ജലദോഷവും പനിയും കഫക്കെട്ടൊക്കെ ഉണ്ടാകുന്ന സമയമല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇതിങ്ങനെ തന്നെ ഒരു ബോക്സിൽ നല്ല തുടച്ച് വൃത്തിയാക്കി നല്ല ഡ്രൈ ആയ ഒരു ബോട്ടിലിൽ ഇട്ട് വെക്കുക. പിന്നെ ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇത് ഉണക്കി ഇങ്ങനെ വെച്ചാൽ എന്താ ആവും, കുത്തിപ്പോണ ഒരു സാധനം. അപ്പോൾ കുത്തിപ്പോണ്ടിരിക്കുക എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമ്പൂ ഇല്ലേ, 2 ഗ്രാമ്പൂ അങ്ങ് ഇട്ടിട്ട് ഈ ഇഞ്ചിയും കൂടെ ഇട്ടങ്ങ് വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ ഒരു വിഷയം വരില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല, നമുക്ക് ചുക്കായിട്ട് സൂക്ഷിക്കണമെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാൻ. നമുക്ക് ആവിയൊക്കെ പിടിക്കുമ്പോൾ നമ്മുടെ പൊന്നും അവിടെ നിൽക്കണം കേട്ടോ. പൊന്നു വിളിച്ചോണ്ട് പൊന്നൂന് വാർക്കപ്പൊക്കത്തിലേക്ക് പ്രവേശനമില്ലാത്ത, അതുകൊണ്ട് അവൾ തന്നെ കയറി വരുവോ ഇല്ല നമുക്ക് പേടി കേട്ടോ. അപ്പോൾ ഒഴുക്ക് പറയും അല്ലേ പൊന്നോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതല്ല, നമുക്ക് ചുക്കാക്കി അങ്ങനെ സൂക്ഷിക്കാം. നമുക്ക് ആവിയൊക്കെ പിടിക്കുമ്പോൾ ജലദോഷവും ചുമയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ആവി പിടിക്കില്ലേ. അപ്പോൾ ആവി പിടിക്കുമ്പോൾ ഇതിലൊരു ചുക്ക് ഒരു കഷ്ണം എടുത്ത് ചതച്ചങ്ങിട്ടാൽ നമുക്ക് ആവി പിടിക്കാൻ പറ്റും. ഇവിടുന്ന് എണീക്കാൻ പറ്റില്ല, എണീറ്റാൽ ഞാൻ പപ്പയോട് പറയും. എന്നിട്ട് അങ്ങോട്ടൊക്കെ പോയാൽ ഞാൻ പപ്പയോട് പറയും അപ്പുറത്തേക്കൊക്കെ പോയി. അങ്ങനെ ആവി പിടിക്കുമ്പോൾ ഒരു കഷ്ണമൊക്കെ ചതച്ചിട്ട് നമ്മുടെ ചുക്കും കുരുമുളകും പിന്നെ പനിക്കൂർക്കലയും തുളസിയൊക്കെ കൂടെ കൂടി നമുക്ക് ആവി പിടിക്കാമല്ലേ. പിന്നെ കുറച്ച് പച്ചമഞ്ഞളൊക്കെ ഉള്ളത് നല്ല കേട്ടോ. പച്ചമഞ്ഞളും ഇട്ട് ആവി പിടിക്കണം. നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞപ്പൊടിയാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല, പച്ചമഞ്ഞളിന് പകരം. പിന്നെ അത് കൂടാണ്ട് ചുമക്കുള്ള മരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇത് ഉണങ്ങി കിട്ടണ ചുക്കില്ലേ, ആ ചുക്കും തിപ്പലിയും കൊട്ടവും പിന്നെ കുരുമുളകും പിന്നെ കുറച്ച് കൽക്കണ്ടവും കൂടെ പൊടിച്ച് വെച്ച് ചുമയുള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി തിന്നാൽ നമ്മുടെ ചുമ പെട്ടെന്ന്, ആ കഫമൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോയി ചുമ പെട്ടെന്ന് മാറും കേട്ടോ. അപ്പോൾ അതിന് അപ്പം ചുമയ്ക്കൊക്കെ അങ്ങനെയൊന്ന് പൊടിച്ച് വെച്ച് നമ്മുടെ മക്കൾക്കൊക്കെ ഇച്ചിരി കൽക്കണ്ടമൊക്കെ കൂടുതൽ ചേർത്താൽ, അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ തീരെ കുഞ്ഞ് പിള്ളേർ ഇത്തിരി എരിവൊക്കെ ഉള്ളപ്പോൾ കരയൂലേ. അപ്പോൾ ഇച്ചിരി അറിവൊക്കെ ആയവരാണെങ്കിൽ ഇത്തിരി കൽക്കണ്ടമൊക്കെ കൂടുതൽ പൊടിച്ച് ചേർത്താലേ കഴിച്ചോളൂ. ഇടയ്ക്ക് ഒത്തിരി അങ്ങ് കൊടുക്കാണ്ട് ഇത്തിരി ഇടയ്ക്കിടയ്ക്ക് അങ്ങ് കൊടുത്താൽ ആ ചുമയൊക്കെ പോയി കഫക്കെട്ടൊക്കെ പൊക്കോളൂ കേട്ടോ. ഉണ്ടോ വാർക്കപ്പക്കത്ത് കയറിപ്പോഴാണ് കണ്ടത്. നമ്മുടെ പന്തലിന് മേളിലായതുകൊണ്ട് ആ ചേമ്പ് അങ്ങനെ കാണത്തില്ല എന്നല്ല, ഉണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ കറി വെക്കും. കണ്ടോ ഇലയും തണ്ടും കൂടെ കറി വെക്കണ ചേമ്പാട്ടോ, വലുതായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഉറക്കണ ഒരു ചെറിയ ക്ലിപ്പ് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ അവൾ രാത്രി ഉറങ്ങാൻ ഭയങ്കര താമസാട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ രണ്ടുപേരും മടുത്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ചേട്ടയുടെ ഒരു അറ്റ കൈയാണേ തോളെ കിടത്തി പാട്ടൊക്കെ പാടി പതിയെ ഉറക്കുവാണ്. പതിയെ കണ്ണൊക്കെ നേരം അടഞ്ഞു തുടങ്ങി. എന്നാലും പൊന്നിന് ഒത്തിരി നേരം വേണം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ചെറിയ വിശേഷം എന്ന് പറയുന്നത്, ചെറിയ വിശേഷമല്ലല്ലോ, എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു സംഗതി. ഞാൻ ഇടുന്ന ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ, ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി പിന്നെ നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഇപ്പോൾ വിഷയമൊന്നും പറയണില്ല. എന്നാണ് ചാടിപ്പോയെ? അത് കുഴപ്പമില്ല, അത് മുറ്റത്ത് കിടക്കേണ്ടതേ, അത് അവിടെ ചെല്ലുമ്പോൾ എടുക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഇപ്പോൾ ആരും ഒന്നും പറയണില്ല. അപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആർക്കെങ്കിലും കിട്ടണില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ.